ഹായ് ഡിയേഴ്സ്, യൂട്യൂബിൽ വൈറലായ പേളിമണിയുടെ മുട്ടച്ചുരുട്ട് കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 4 കോഴിമുട്ട, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അരമുറി തേങ്ങ, 10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇത് കൂടാതെ തന്നെ കുറച്ച് പെരിഞ്ചീരകം, 2 പട്ട, ഒരു 5-8 ഗ്രാമ്പു, കശകശ, ഇത്രയും സാധനങ്ങൾ കൂടി വേണം. ഇനി ഫ്ലെയിം ഓണാക്കി ചീനച്ചട്ടി വെച്ച് ഓയിൽ ചൂടാക്കി കഴിയുമ്പോൾ ഈ സ്പൈസസ് അതിലേക്കിടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മല്ലിച്ചീര എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ മിക്സായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി പേളിമാണി ഇതിൻ്റെ കൂടെ തുവരപ്പരിപ്പ്, സവാളയും തക്കാളിയും കൂടി വേറെ ആഡ് ചെയ്യുന്നുണ്ട്, വേവിച്ച് ആഡ് ചെയ്യുന്നുണ്ട് ചാറ് പോലെ. എനിക്കത് ഇഷ്ടമില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അതേ നമ്മുടെ തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണേ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്യാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഞാൻ ആ തേങ്ങയും ആ സ്പൈസസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ച് വെക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച സവാളയില്ലേ, അതിലേക്ക് ഈ മുട്ടയെല്ലാം കൂടി നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ദോശത്തവയിൽ വെച്ചിട്ട് കോഴിമുട്ട കനം കുറച്ച് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഇതിങ്ങനെ മടക്കി എടുക്കണേ. ഇതുപോലെ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ മടക്കി വറുത്തെടുക്കണേ. അപ്പം ഞാൻ ഇവിടെ എല്ലാ മുട്ടയും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ വറുത്ത അതേ ചീനച്ചട്ടി തന്നെ എടുത്തേക്കണം. ഞാൻ കഴുകിയിട്ടൊന്നുമില്ല. അതിലേക്ക് ഓയിലൊഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച വറുത്ത തേങ്ങയില്ലേ, അതിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. അത് കഴിഞ്ഞ് ഈ കട്ട് ചെയ്ത് വെച്ച മുട്ടയില്ലേ, അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല ആവശ്യത്തിന് ഇടുക. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും തൂകിയാൽ നമ്മുടെ മുട്ടച്ചുരുട്ട് കറി റെഡി. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.